ആ ചാടി പോകുന്നുണ്ട്. യാത്രകൾ ഇഷ്ടപ്പെടുന്ന എല്ലാ സുഹൃത്തുക്കൾക്കും വഴിയോര കാഴ്ചകൾ വ്ലോഗിലെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇപ്പം നമ്മൾ നിൽക്കുന്നത് കളത്തുറ എന്ന് പറയുന്നൊരു സ്പോട്ടിലാട്ടോ. ഇത് നമ്മൾ ബീച്ച് ലൈൻ റോഡിൽ ഫോർട്ട് കൊച്ചിയിൽ നിന്ന് ആലപ്പുഴയ്ക്കുള്ള ബീച്ച് ലൈൻ റോഡ് സൈഡിലായിട്ടാണ് നമ്മൾ ഈ ഒരു ബോർഡ് ചെല്ലാനം ഒക്കെ എത്തുന്നതിന് മുമ്പായിട്ടാണ് ഈ ഒരു ബോർഡ് കണ്ടത്, കളത്തുറ. അപ്പോൾ നമ്മൾ ഇവിടുത്തെ ആൾക്കാരോടൊക്കെ ചോദിച്ചു കഴിഞ്ഞപ്പോഴത്തേക്കും നല്ല കാണാൻ പറ്റുന്ന നല്ല പ്രകൃതി രമണീയമായ സ്ഥലം ഏതുണ്ടെന്ന് ചോദിച്ചപ്പോഴത്തേക്കാണ് ഇവിടെ കളത്തുറ എന്ന് പറയുന്ന ഒരു സ്പോട്ടുണ്ട്. അവിടെ ഒരുപാട് കുക്കുകൾ കാര്യങ്ങളൊക്കെ വന്നിരിക്കുന്ന ഒരു സ്ഥലമാണ്. അതുപോലെ തന്നെ ഒരുപാട് ചെമ്മീൻ കെട്ടുകളൊക്കെ ഉള്ള സ്ഥലമാണ്. അപ്പോൾ നമ്മൾ ഇന്ന് ഇവിടുത്തെ കാഴ്ചകളാണ് കേട്ടോ ഇന്നത്തെ വീഡിയോയിൽ. അപ്പോൾ ഇവിടെ ഈ സ്ഥലത്ത് ഇതുണ്ടോ കയാക്കിങ് കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. കയാക്കിങ് സംഭവങ്ങൾ, പിന്നെ അതുപോലെ ഇതുണ്ടോ ഈ രണ്ട് സൈഡും ചെമ്മീൻ കെട്ടാണ്. ഈ സൈഡ് അതുപോലെ തന്നെ ഇതിൻ്റെ ഈ ഇങ്ങേറ്റം. ഇതെങ്ങനെ ചത്തുപോയത്? വെള്ളം മോശമാകുമ്പോൾ ചത്തുപോകും മീൻ. ഓ ഇതുണ്ടോ കൂട് കൃഷിയാട്ടോ ഈ കാണുന്നത്. അല്ല, കൂട് കൃഷിയാണ് ഈ കാണുന്നതെന്ന് പറയുമായിരുന്നു. ഇവിടെയുള്ള ചേട്ടായിയാണ്. ചേട്ടായി പറഞ്ഞു ഇവിടുന്ന് അങ്ങോട്ട് പോകുമ്പോഴത്തേക്ക് എന്തോ കരി കാര്യങ്ങളൊക്കെ ഉണ്ട്, കാണാൻ നല്ല ഭംഗിയുള്ള സ്ഥലമാണെന്ന് പറഞ്ഞു. ഇല്ല, ആ കൂട്ടിൽ നിന്നൊരു വലിയ കൊക്കൊരു വലിയ മീനിനെ പിടിച്ചിട്ടുണ്ടോ? കാണാൻ പറ്റുന്നുണ്ടോ? അതിൻ്റെ അകത്തുനിന്ന് പിടിച്ചത് അതിനെ. കണ്ടൽക്കാടാണ് കേട്ടോ ഈ കാണുന്നതൊക്കെ. ഈ സൈഡിൽ ഈ സൈഡ് കായലാണ് കേട്ടോ. അവിടുന്ന് ഇപ്പോൾ ഉപ്പുവെള്ളം കയറാതിരിക്കാനൊക്കെ വേണ്ടിയിട്ട് ഇവിടെ ക്ലോസ് ചെയ്യുന്ന സംഭവം കാര്യങ്ങളൊക്കെ ഉണ്ട്. ബണ്ടെന്ന് പറയുന്ന ഇതുണ്ടോ, ഇവിടെ ഇത് ക്ലോസ് ചെയ്യാം. ചേട്ടായി, അപ്പോൾ ഇപ്പോൾ നിലവിൽ ഈ കൂട് കൃഷിയിൽ വളർത്തുന്നുണ്ട്. അതെന്താ ചത്തുപോയേക്കുന്നത്? ഇതിപ്പോ കായലിൽ നിന്ന് വരുന്ന വെള്ളമല്ലേ? അപ്പൊ അതെങ്ങനെ വെള്ളം ചീത്തയെന്ന്? ഓ അങ്ങനെയാണ് സംഭവം. ആ ഓ സംഭവം ഇവിടെ കണ്ണമാലി കമ്പനി എന്ന് പറയുന്ന സ്ഥലത്ത് നിന്ന് വെള്ളം എന്തോ തുറന്നു വിട്ടിട്ട് മീനുകളെല്ലാം ചത്തുപൊങ്ങി കിടക്കുവാണ്. അതാണ് ഈ കാണുന്നതൊക്കെ. ഈ സൈഡ് മുഴുവൻ ഇതുണ്ടോ, മീനുകളൊക്കെ ഒരുപാടുണ്ട്, എല്ലാം ചത്തുപൊങ്ങി കിടക്കുന്നതാണ്. നമ്മളിപ്പോൾ ഈ കാണുന്ന വഴിയാട്ടോ വന്നത്. ഇത് നേരെ ആ കുറേ ഫ്ലാറ്റുകൾ ബിൽഡിങ്ങുകളൊക്കെ കാണുന്നുണ്ട്, അങ്ങോട്ടുള്ള വഴിയാണെന്ന് തോന്നുന്നു. അതുപോലെ തന്നെ നമ്മളിപ്പോൾ പോകാൻ പോകുന്നത് ഇത് കണ്ടോ, കുതിരക്കൂർ കരി, 1.5 കിലോമീറ്റർ. അപ്പോൾ ഈ വഴിയാണ് നമ്മളിനി കുതിരക്കൂർ കരിക്ക് പോകുന്നത്. അപ്പോൾ അവിടെയുള്ള കാഴ്ചകളാണ് കേട്ടോ ഇനി നമ്മൾ കാണാൻ പോകുന്നത്. കണ്ടോ ഈ പോകുന്ന വഴിക്ക് ഇത് കണ്ടോ ചെമ്മീനൊക്കെ ഉണക്കാനിട്ടിട്ടുണ്ട് കേട്ടോ. നമ്മൾ അവിടെ നിന്ന് ഇപ്പോൾ കുതിരക്കൂർ കരി, അങ്ങനെയാണ് കേട്ടോ ഈ കരിയുടെ പേര്. അപ്പോൾ ആ ഒരു സ്പോട്ടിലെത്തി. ഇവിടെ ഇതുപോലെ ഈ കെട്ടുകളില്ലേ, അതാണ് കരി എന്ന് പറയുന്നത് സംഭവം. ഇതങ്ങനെയാണ് പറയപ്പെടുന്ന കരി. ഒരുപാട് പക്ഷികളാണ് കേട്ടോ ഇവിടെ ഇരിക്കുന്നത്. മീൻ തപ്പി പിടിക്കുക. ആ ചാടി പോകുന്നുണ്ട്.
വഞ്ചിയിലോട്ട് ചാടേണ്ടതാണല്ലേ? ഓ, ചേട്ടായി അവിടെ മീൻ തപ്പി പിടിച്ച് ഒരുപാട് മീൻ കിട്ടുന്നുണ്ട്. ഇങ്ങനെ വലയിട്ടിട്ട് തപ്പി ഇങ്ങനെ മീൻ പിടിക്കുക. അതൊരു പ്രത്യേക കഴിവാണ് കേട്ടോ, അങ്ങനെയൊക്കെ മീൻ പിടിക്കുക എന്നുള്ളത്. ഇത് കയ്യിൽ ടച്ച് ചെയ്യുമെന്ന് പറഞ്ഞു. ഞാൻ ചോദിച്ചു ചേട്ടനോട് ഇത് എങ്ങനെയാണ് ഇങ്ങനെ പൂണ്ടിരിക്കുമ്പോഴത്തേക്കും ചെളിയിൽ പൂണ്ടിരിക്കുമ്പോഴത്തേക്കാണോ ഇങ്ങനെ കൈ കൊണ്ട് പിടിക്കുന്നതെന്ന് ചോദിച്ചു. അപ്പോൾ അങ്ങനെയല്ല, കൈ ടച്ച് ചെയ്യുമ്പോൾ ഇത് ചെളിയിൽ പൂളും, അന്നേരമാണ് പിടിച്ചെടുക്കുന്നതെന്ന് പറഞ്ഞു. ഇതുണ്ട് ദേശാടന പക്ഷികൾ ഒരുപാടുണ്ട്. ദേ ഈ സൈഡിൽ പല ടൈപ്പ്. ഇതുപോലെ കാണുന്ന എല്ലാ വരമ്പത്തൂടിയും നമുക്ക് നടക്കാൻ പറ്റും. ഇത് ഓരോ വീടുകളിലോട്ടുള്ള വഴിയാണ് കേട്ടോ ഇതൊക്കെ. പിന്നെ അതിൻ്റെ അങ്ങേ അറ്റത്ത് കുറേ ബിൽഡിങ്ങുകൾ കാര്യങ്ങളൊക്കെ കാണാം ആ സൈഡിലായിട്ട്. പിന്നെ ഇതിൻ്റെയൊക്കെ ഈ ചിറയുടെയൊക്കെ നടുവിലായിട്ട് ചെറിയ ചെറിയ വീടുകൾ ഉണ്ട്. അതുപോലെ തന്നെ ഈ ചെമ്മീൻ കെട്ടുകളിൽ ഈ കാവൽ കിടക്കാൻ വേണ്ടിയിട്ടുള്ള ചെറിയ ചെറിയ ഷെഡുകൾ, അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഉള്ളൂ ഈ സൈഡിലായിട്ട് കാണുന്നത്. പക്ഷികളാണ് കൂടുതൽ കേട്ടോ. നേരത്തെ ഞാൻ പറഞ്ഞതിൽ ഒരു തിരുത്തുണ്ട് കേട്ടോ. നമ്മൾ നേരത്തെ കണ്ട ആ കരിയില്ലേ, ആ മീൻ പിടിച്ചുകൊണ്ടിരുന്ന ആ കരിക്ക് പറയുന്ന പേര് കളത്തറ എന്ന് തന്നെയാണ് കേട്ടോ. നമ്മൾ ആദ്യം പോയ സ്പോട്ട് തന്നെയാണ്, കളത്തറ തന്നെയാണ്. ഇപ്പോൾ അവിടുന്ന് കിടക്കുന്ന റോഡ് നമ്മളിപ്പോൾ ഏകദേശം 1 കിലോമീറ്ററോളം വന്നു. അപ്പോൾ എന്താ പറയുക, നല്ല കിടുക്കാച്ചി റോഡും അതിൻ്റെ റോഡ് സൈഡിലുള്ള കാഴ്ചകളൊക്കെ ഗംഭീര കാഴ്ചകളാണ് കേട്ടോ. നല്ല എന്താ പറയുക, ഒന്നും പറയാനല്ല, നല്ല പ്രകൃതി രമണീയമായ സ്ഥലം തന്നെ. ഈ റോഡ് തന്നെ നല്ല ഗംഭീര റോഡാണ് കേട്ടോ. അവിടുന്ന് ഇങ്ങോട്ട് ആ കളത്തറയിൽ നിന്ന് ഈ കുതിരത്തൂർ കരി വരെയുള്ള റോഡ് സൂപ്പറാണ്. 2 സൈഡും ഇതുപോലുള്ള കെട്ടുകളും അതുപോലെ തന്നെ ഇതുപോലെ ചെറിയ ചെറിയ വള്ളങ്ങൾ കാര്യങ്ങൾ, അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ നല്ല സീനറിയാണ് ഇങ്ങോട്ടുള്ള. ഒന്നും പറയാനില്ല. ഈ കുതിരത്തൂർ കരിയും കളത്തറയും എല്ലാം പൊളിയാണ്. സംഭവം ചെല്ലാനത്തിൻ്റെ ഭാഗം തന്നെയാണ് കേട്ടോ ഈ സ്ഥലങ്ങളൊക്കെ. എറണാകുളം ജില്ലയിൽ ചെല്ലാനം പഞ്ചായത്താണ് ഈ സംഭവം. അപ്പോൾ ഇവിടെയുള്ള കാഴ്ചകൾ ഒന്നും പറയാനില്ല. അപ്പോൾ നിങ്ങളെ ഇടയ്ക്ക് ഈ പറയുന്ന ബീച്ച് ലൈൻ റോഡൊക്കെ പോവുകയാണെങ്കിൽ ഈ ഒരു സൈഡിൽ, ഈ സൈഡ് ലെഫ്റ്റിലോട്ടുള്ള വഴിയാണ്. നമ്മൾ ബീച്ച് ലൈൻ റോഡിൽ കണ്ണമാലി പള്ളി എത്തുന്നതിനൊരു 2 കിലോമീറ്റർ മുൻപായിട്ടാണ് ഈ പറയുന്ന ഈ കളത്തറ എന്ന് പറയുന്ന സ്പോട്ടിലോട്ട് തിരിഞ്ഞു വരേണ്ട റോഡ് കിടക്കുന്നത്. അപ്പോൾ ആ റൂട്ടിൽ കളത്തറ, അതുപോലെ തന്നെ കുതിരത്തൂർക്കരി, ഈ സ്പോട്ടൊക്കെ ഗംഭീര കാഴ്ച തന്നെയാണ്. പിന്നെ ഈവനിങ് ടൈപ്പ് ഉള്ളത് പറയല്ലേ, ഇപ്പോൾ സമയം നട്ടുച്ചയാണേ, 1 മണിയാണ്. ആ സമയത്തെ കാഴ്ചയാണിത്. നമ്മൾ വൈകുന്നേരങ്ങളിലൊക്കെ ഒരുപാട് പക്ഷികളും കാര്യങ്ങളും കാണാനുമൊക്കെ ഇച്ചിരി കൂടി ഭംഗിയുള്ള സ്ഥലങ്ങളായിരിക്കും ഇതെല്ലാം. ഇതിപ്പോൾ എന്താ പറയുക, നല്ല വെയിലുള്ള സമയമാണ്. വെയിൽ നമ്മൾ അറിയുന്നില്ല, നല്ല കാറ്റുള്ളത് കൊണ്ട് വെയിൽ അറിയുന്നില്ല. എന്നാൽ ഈ സമയത്ത് ഇത്രയും ഗംഭീരമെങ്കിൽ അപ്പോൾ എന്താ പറയുക, അധികം വെയിലില്ലാത്ത സമയങ്ങളിൽ ഇതിലും പൊടിയായിരിക്കും. അപ്പോൾ ഞങ്ങൾ അടുത്ത സ്പോട്ടിലോട്ട് പോവാണ്. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ കാണുന്നതുവരെ ബൈ ബൈ.